ഡിപ്രഷനും ഫ്രീസിങ് പോയിന്റ് നോക്കാം. ഡിപ്രഷൻ ഫ്രീസിങ് പോയിന്റ് നമ്മൾ എലിവേഷൻ ബോയിലിംഗ് പോയിന്റ് നോക്കിയ പോലെ തന്നെ നമുക്ക് എന്താ പറയുക, നമ്മൾ സൊല്യൂഷൻ സോൾവെൻറ്റിന് ഇന്ന ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ഇന്ന ഫ്രീസിങ് പോയിന്റ് ഉണ്ട്. നമ്മളെ സൊല്യൂഷൻ 1ന് ഇന്ന ഫ്രീസിങ് പോയിന്റ് ഉണ്ട്, സൊല്യൂഷൻ 2ന് ഇന്ന ഫ്രീസിങ് പോയിന്റ് ഉണ്ട്. ഈ സൊല്യൂഷൻ 1ഉം 2ഉം 3ഉം എന്താ, സോൾവെൻ്റ് എന്ന് പറയുന്നത് പ്യുവർ അല്ലേ, ഒന്നുമില്ലാത്ത പ്യുവർ, അതിനൊരു ഫ്രീസിങ് പോയിന്റ് ഉണ്ട്. നമ്മൾ അടുത്ത സൊല്യൂഷൻ എടുത്തു, ആ സൊല്യൂഷനിൽ ഇച്ചിരി സൊല്യൂട്ട് ആഡ് ചെയ്തു, 0.1 ഗ്രാം സൊല്യൂട്ട് ആഡ് ചെയ്തു, അപ്പോൾ അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് T1 ആയി. അടുത്ത സൊല്യൂഷൻ T2 എടുത്തു, അടുത്ത സൊല്യൂഷനിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു 0.2 ഗ്രാം ഓഫ് സൊല്യൂട്ട് ആഡ് ചെയ്തു, അതിൻ്റെ ഫ്രീസിങ് പോയിന്റ് എന്തായി, T2 ആയിട്ട് എടുത്തു. ഇനി നമുക്ക് ഗ്രാഫ് നോക്കാം. ഓക്കെ, ഗ്രാഫിൽ എന്താ ഉള്ളത്, ഫ്രീസിങ് പോയിന്റ് TF ആണ് ഉണ്ടായത്, T1 T2. ഡിപ്രഷൻ ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത് നമുക്ക് കാണാം TF ആണ് ഏറ്റവും കൂടുതൽ അല്ലേ, T1 അതിലും കുറഞ്ഞു, T2 അതിലും കുറഞ്ഞു. അപ്പോൾ സൊല്യൂട്ട് ആഡ് ചെയ്തതിനനുസരിച്ച് എന്തുണ്ട്, ഫ്രീസിങ് പോയിന്റിൽ വ്യത്യാസം വരുന്നുണ്ട്, ഫ്രീസിങ് പോയിന്റ് കുറഞ്ഞു പോകും. നമുക്കിനി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ദ ഫ്രീസിങ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് is that the temperature at which the vapor pressure of the liquid becomes equal to that of the solid. ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ സോളിഡിൻ്റെ വേപ്പർ പ്രഷറിന് ഈക്വൽ ആവുമാണ് എന്തുണ്ടാവുക, ഡിപ്രഷനിൽ ഫ്രീസിങ് പോയിന്റ് അല്ല, ഫ്രീസ് ആവുക. ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷറും സോളിഡിൻ്റെ വേപ്പർ പ്രഷറും ഈക്വൽ ആവുന്ന പോയിന്റിലാണ് ഉണ്ടാവുക ഫ്രീസിങ് നടക്കുക. സിൻസ് ദ വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സോൾവെൻറ്റ്, ദ ഫ്രീസിങ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സോൾവെൻറ്റ്. ഓക്കെ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെന്താ പഠിച്ചിട്ടുള്ളത്, ലോവറിങ് ഇൻ വേപ്പർ പ്രഷറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, സൊല്യൂട്ട് ആഡ് ചെയ്താൽ വേപ്പർ പ്രഷർ കുറയും അല്ലേ, സൊല്യൂട്ട് ആഡ് ചെയ്താൽ വേപ്പർ പ്രഷർ കുറയും. ഈ വേപ്പർ പ്രഷർ കുറയുന്ന കാരണം ഫ്രീസിങ് പോയിന്റും കുറയും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ജസ്റ്റ് വായിക്കാം, ഞാൻ വായിച്ചുതരാം. ഫ്രീസിങ് പോയിന്റ് ഇസ് എ ലിക്വിഡ്. ഫ്രീസിങ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഇസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ്, വേപ്പർ പ്രഷർ ഓഫ് ദ ലിക്വിഡ് എന്തായിരിക്കും, ഈക്വൽ ടു ദ വേപ്പർ പ്രഷർ ഓഫ് ദ സോളിഡ്. ലിക്വിഡിൻ്റെ വേപ്പർ പ്രഷർ സോളിഡിൻ്റെ വേപ്പർ പ്രഷർ ഈക്വൽ ആവുന്ന ടെമ്പറേച്ചറിലാണ് നമ്മൾ എന്താ പറയുന്നത് ഫ്രീസിങ് പോയിന്റ് എന്ന് പറയുന്നത്. സിൻസ് സൊല്യൂട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ വേപ്പർ പ്രഷർ കുറയുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്രീസിങ് പോയിന്റിലും താഴ്ചയുണ്ടാവും. ഓക്കെ, നമ്മൾ ഡയഗ്രാം നോക്കാം. ഇതെന്താ എഴുതണ്ടേ, ഫ്രീസിങ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ജസ്റ്റ് ബേസിക് ഡെഫിനേഷൻ ഓഫ് ഫ്രീസിങ് പോയിന്റ് എന്താണെന്ന് എഴുതുക. പിന്നെ ഡിപ്രഷൻ എന്തുകൊണ്ടാണ് നടക്കുന്നത്, വേപ്പർ പ്രഷറിൽ വേപ്പർ കുറയുമ്പോൾ, അതുപോലെ തന്നെ കോൺസിക്യൂട്ടീവായിട്ട് എന്ത് കുറയും, വേപ്പർ പ്രഷറിൽ ചേഞ്ച് വരുന്നത് കാരണം ഫ്രീസിങ് പോയിന്റിലും താഴ്ച വരുന്നു. അതായത് സിൻസ് വേപ്പർ പ്രഷർ ഓഫ് ദ സൊല്യൂഷൻ ഇസ് ലെസ് ദാൻ ദാറ്റ് ഓഫ് ദ സോൾവെൻറ്റ്, സൊല്യൂഷൻ്റെ വേപ്പർ പ്രഷർ എന്താണ്, സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറിനേക്കാളും കുറവായതുകൊണ്ട് ഫ്രീസിങ് പോയിന്റ് ഓഫ് ദ സൊല്യൂഷൻ വിൽ ബി ലോവർ. അപ്പോൾ അത് ഫ്രീസിങ് പോയിന്റും ലോവർ. ഓക്കെ ഓക്കെ, നമുക്ക് ട്രയാങ്കിൾ നോക്കാം. ജസ്റ്റ് അപ്രോക്സിമേറ്റ് ഇതൊരു ട്രയാങ്കിളായിട്ട് കൺസിഡർ ചെയ്യണമെന്ന് പറയുന്നത്. എന്ത് ചെയ്യാം, നമുക്കിവിടെ എന്തൊക്കെ ട്രയാങ്കിൾ കാണുന്നുണ്ട്, ഈ വാല്യൂ DF DE എന്ന് പറയുന്നത് ഇത്, DE എന്ന് പറയുന്നത് P1 മൈനസ് P2 എന്നുള്ള വാല്യൂ അല്ലേ, P0 മൈനസ് P2 ആണ്. DF ഓക്കെ, DF ബൈ CE, DF ബൈ CE എന്ന് പറയുന്ന വാല്യൂ എന്തിന് ഈക്വലാണ്, BD മൈനസ് BE. ഓക്കെ, അക്കോർഡിംഗ് ടു ട്രയാങ്കിൾ റൂൾ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആണ്. ഓക്കെ, BD റേഷ്യോ ഓഫ് ദീസ് സൈഡ്സ് എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈ പാരലൽ ആയിട്ടുള്ള ലൈന് DFഉം CEയും is equal to BD by BE. ഓക്കെ, അതെന്ന് പറയുന്നത് TF മൈനസ് T ഫൈനൽ ബൈ, നമുക്ക് നോക്കാം, DF എന്ന് പറയുന്നത് എന്താ, T ഫൈനൽ മൈനസ് T1 അല്ലേ, അതിവിടെ തന്നിരിക്കുന്നത്. CE എന്ന് പറയുന്നത് T ഫൈനൽ മൈനസ് T2. ഓക്കെ, P0 എന്ന് പറയുന്നത് BD എന്ന് പറയുന്നത് P0 മൈനസ് P1ഉം BE എന്ന് പറയുന്നത് P0 മൈനസ് P2.
ഓക്കെ, ഒന്നും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. നമ്മൾ ആക്ച്വലി ഇത് 2 വട്ടം ക്ലാസ് എടുത്തായിരുന്നു. അപ്പോൾ ഒന്നും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, ടി എഫ് മൈനസ് ടി വൺ എന്ന് പറയുന്നത് ഡെൽറ്റ ടി വൺ ആണ്. ടി എഫ് മൈനസ് ടി ടു എന്ന് പറയുന്നത് ഡെൽറ്റ ടി ടു ആണ്. പി സീറോ മൈനസ് പി വൺ എന്ന് പറയുന്നത് ഡെൽറ്റ പി വണ്ണും പി സീറോ മൈനസ് പി ടു എന്ന് പറയുന്നത് ഡെൽറ്റ പി ടു ആണ്. ഓക്കെ, അതങ്ങനെ ലേബിൾ കൊടുത്തതാണ്. ഓക്കെ, ചേഞ്ച് ടി വണ്ടെ ആയതുകൊണ്ട് ടി വണ്ടിയും ടി ടുൻ്റെ ആയതുകൊണ്ട് ടി ടു എന്നുള്ള സബ്സ്ക്രിപ്റ്റും കൊടുത്തു. ഓക്കെ, ജസ്റ്റ് ഡിവൈഡ് ചെയ്യുക. നമുക്ക് എന്ത് മനസ്സിലാവും? നമ്മൾ എന്ത് ചെയ്യുക? അടുത്തത് 2 RHS വാല്യൂവിന് നമ്മൾ P0 വെച്ച് ഡിവൈഡ് ചെയ്യുന്നു. ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ ആണ് എന്ത്? ഡെൽറ്റ പി ബൈ P0 എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഒരുപോലെ ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഒരുപോലെ ഡിവൈഡ് ചെയ്താൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ? ഓവറോൾ ഒരു ചേഞ്ചും ഇല്ല. നമുക്ക് പ്രൊപ്പോർഷണാലിറ്റി പറയാം. പ്രൊപ്പോർഷണാലിറ്റി എങ്ങനെ പറയാം? ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ, ചേഞ്ച് ഇൻ ഫ്രീസിങ് പോയിൻറ്റ് ഇസ് ഈക്വൽ ടു ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു എന്തായിരിക്കും? വേപ്പർ പ്രഷറിന് പ്രൊപ്പോർഷനാണ്. നമ്മൾ മുകളിൽ പഠിച്ചു അല്ലേ? വേപ്പർ പ്രഷർ കുറയുന്നതുകൊണ്ടാണ് എന്ത് കുറയുന്നത്? ഫ്രീസിങ് പോയിൻറ്റും കുറയുന്നത്. അപ്പോൾ അത് തമ്മിലൊരു റിലേഷൻ കാണിച്ചതാണ്. ഇത് ഇക്വേഷനിലൊക്കെ നമുക്കിനി മുന്നോട്ട് ഉപകാരപ്പെടും. പിന്നെ പോരാത്തതിന് ക്വസ്റ്റ്യൻസിനൊക്കെ വരാൻ സാധ്യതയുണ്ട് ന്യൂമറിക്കൽസിലും. ഓക്കെ, നമുക്ക് എന്തറിയാം? ഡെൽറ്റ ടി എഫ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു വേപ്പർ പ്രഷർ. നമ്മൾ മുകളിൽ പഠിച്ചതാണ്. എന്താണ് നമ്മളെന്താ പഠിച്ചേ? വേപ്പർ പ്രഷർ കുറയുന്നതുകൊണ്ടാണ് ടെമ്പറേച്ചർ ഫ്രീസിങ് പോയിൻറ്റിൽ കുറവ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയാം? ഫ്രീസിങ് പോയിൻറ്റ് ഇസ് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ടു റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ. ഓക്കെ, റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷർ എന്തിന് പ്രൊപ്പോർഷനാണ്? മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷനാണ്. മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് അല്ലേ? മോൾ ഫ്രാക്ഷൻ ഓഫ് സൊല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? W2/m1 ഇൻറ്റു M2 ഇൻറ്റു W1. ഓക്കെ, പ്രൊപ്പോർഷണലാണ് പറയുന്നത്. പ്രൊപ്പോർഷണാലിറ്റി മാറ്റി നമ്മൾ കോൺസ്റ്റൻറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താവും? KF അല്ല KB അല്ല KF അല്ലേ? KF. ഓക്കെ, ഓക്കെ, ഇത് നമ്മൾ പറയുന്നത് 1 mole ഓഫ് ദ സൊല്യൂട്ട് ഇസ് ഡിസോൾവ്ഡ് ഇൻ 100 gram ഓഫ് ദ സൊല്യൂഷൻ. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയാവും? ഒരു മൾട്ടിപ്ലൈ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇക്വേഷൻ എന്താവും? TF ഇൻറ്റു ഡെൽറ്റ TH ഇസ് ഈക്വൽ ടു ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു KF ഇൻറ്റു മൊലാലിറ്റി. ഓക്കെ, ബിക്കോസ് നമുക്ക് എന്തറിയാം? ഈ ഇക്വേഷൻ എന്ന് പറയുന്നത് മൊലാലിറ്റീൻ്റെ ഇക്വേഷനാണെന്ന് നമുക്കറിയാം അല്ലേ? W2/m2 ഇൻറ്റു W1 ഇൻറ്റു 1000. ഓക്കെ, 1 mole ഓഫ് ദ സൊല്യൂട്ട്. നമ്മൾ M1 എന്ന് പറയുന്നത് 1 mole ആണ്. 1000 gram ഓഫ് ദ സൊല്യൂഷനിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് എന്തറിയാം? അതെന്ന് പറയുന്നത് മൊലാലിറ്റിക്ക് ഈക്വലാന്ന് പറയാം. ഓക്കെ, ഇതാണ് ഇവിടെ എഴുതാനുള്ളൂ. എന്താ നമുക്ക് എഴുതാനുള്ളത്? നമ്മൾക്ക് ഡെഫിനിഷൻ വെച്ചാൽ തന്നെ നമുക്ക് ഇക്വേഷൻ പ്രൊസീഡ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തായിരുന്നു, ഇതെല്ലാം എങ്ങനെയാണ് പഠിക്കുക എന്നുള്ള രീതിയിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് ഫോമുല ഇത് നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്നത്ര ഗ്രാഫുകളിൽ ഈ ഗ്രാഫിലൊന്നുമില്ല. ഡിപ്രഷൻ ഫ്രീസിങ് പോയിൻ്റ് ആണ് പറയുന്നത്. ഡിപ്രഷൻ ഫ്രീസിങ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഫ്രീസിങ് പോയിൻ്റ് കുറയും. അപ്പോൾ സൊല്യൂഷനിൽ എത്രയാണോ ഉള്ളത് അതിലും കുറവായിരിക്കും എന്തിൽ വരിക? ടെമ്പറേച്ചർ ഇങ്ങോട്ടേക്കാണ് ടെമ്പറേച്ചർ കൂടുന്നത്. വേപ്പർ പ്രഷർ ഇവിടെയാണ് കൂടുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയാം? ആദ്യം ഉള്ളതിനായിരിക്കും ഏറ്റവും കൂടുതൽ വേപ്പർ പ്രഷറും അത്രയും കൂടുതൽ എന്ത്? ടെമ്പറേച്ചറും അല്ലേ? അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ ഇവിടെ വരും. അടുത്തതിൻ്റെ കുറച്ചും കൂടെ സൊല്യൂട്ട് ആഡ് ചെയ്തപ്പം അതിൻ്റെത് കുറച്ചും കൂടെ വന്നു. ഓക്കെ, അതിൻ്റെ ടെമ്പറേച്ചർ കുറഞ്ഞു, സ്ലോപ്പ് കൂടി. അടുത്തത് കുറച്ചും കൂടെ കുറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇത് T1 കൊടുക്കുക, T2 കൊടുക്കുക. അതിൻ്റെ റേഷ്യോസ് നമുക്ക് ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ ഇക്വേഷൻ ഇട്ടിട്ട് അറിയുന്ന പ്രോപ്പർട്ടി ഇട്ടിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഈ സൈഡ് ബൈ ഈ സൈഡ് എന്തായിരിക്കും? ഈക്വൽ എന്നുള്ള രീതിയിൽ കൊടുക്കുക. ഓക്കെ, ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ പ്രോപ്പർട്ടി എടുക്കുക. അപ്പോൾ നമുക്ക് എന്താ പറയുക? DF/CE is equal to BD/DB. BE. ഓക്കെ, പിന്നെ നമുക്കറിയാം, ഇനി നമുക്ക് എന്ത് പറയണം? നമുക്കറിയാം ചേഞ്ച് ഇൻ വേപ്പർ പ്രഷർ ആണ് എന്തിന് കാരണം?
ടെമ്പറേച്ചർ കുറയുന്നതിൻ്റെ കാരണം നമ്മൾ ജസ്റ്റ് ഇത് P0 ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നു. ഇതിന് പ്രൊപ്പോർഷണൽ ആണെന്ന് പറയുന്നു. പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ട് പ്രൊസീഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തറിയാം, ഡെൽറ്റ TF ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P/P0 എന്ന് പറയാം അല്ലേ. P/P0 എന്ന് പറയാം. അതാണ് റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ. റിലേറ്റീവ് ലോവറിംഗ് വേപ്പർ പ്രഷർ എന്തിന് പ്രൊപ്പോർഷണൽ? മോൾ ഫ്രാക്ഷന് പ്രൊപ്പോർഷണൽ. മോൾ ഫ്രാക്ഷൻ എക്സ്പാൻഡ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? W2/m1 × W2/W1 അല്ലേ. നമുക്കിതെങ്ങനെയാണ് വന്നതെന്ന് അറിയാലോ. N2/N1 + N2 എങ്ങനെ ഈക്വേഷൻ വന്നേ? N2/N1 + N2 എന്ന് പറയുന്നത് ഭയങ്കര ഡൈല്യൂട്ടായ സൊല്യൂഷൻ ആയതുകൊണ്ട് നമ്മൾ N1നെ നെഗ്ലക്റ്റ് ചെയ്യുന്നു അല്ലേ. അല്ല, N2നെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. N2 അല്ലേ കുറവ് എമൗണ്ടിലുള്ള N2നെ നെഗ്ലക്റ്റ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ ഈ ടേംസ് കിട്ടും. പിന്നെ 1 mol ഓഫ് ദ സൊല്യൂഷൻ ഡിസോൾഡ് ഇൻ 100 gram ഓഫ് സൊല്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് M1ൻ്റെ പകരം നമുക്ക് 1 ഇട്ട് കൊടുക്കാം, 1000 gram ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇക്വേഷൻ എന്താ? മൊലാലിറ്റീൻ്റെ ഇക്വേഷനോ ഓവറോൾ ഇക്വേഷൻ എന്താ? TF ഇസ് ഈക്വൽ ടു KF × മൊലാലിറ്റി കിട്ടും. ഓക്കെ, ഇൻ തെർമോഡൈനാമിക് ഡെറിവേഷൻ റിലേഷനാണ് നോക്കണ്ടേ ഓഫ് ഡിപ്രഷൻ, ഫ്രീസിങ് പോയിന്റ് ആൻഡ് മൊലാലിറ്റി. ഓക്കെ, എല്ലാം പോലെ തന്നെ ഇത് സിമിലർ തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. ജസ്റ്റ് പ്രാക്ടീസ് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഓക്കെ, നമുക്കറിയാം എന്താണ് ∂P/∂T ആണെന്ത്? ∂P = ∂H/RT ആണെന്ത്? അല്ലെങ്കിൽ അത് വേണ്ട, നമുക്ക് ഇത്ര മാത്രം പറഞ്ഞാൽ dP/dt ആണെന്ത്? ചേഞ്ച് ഇൻ പ്രഷർ വിത്ത് റെസ്പെക്ട് ടു ടെമ്പറേച്ചർ ആണ് ക്ലോഷ്യസ് കാപ്രോൺ ഇക്വേഷൻ. അത് ഈക്വൽ ടു ΔH/RT ആണ്. ഓക്കെ, എല്ലാം എടുത്തു കഴിഞ്ഞാൽ അതങ്ങനെ പഠിക്കണ്ട, ജസ്റ്റ് ക്ലോഷ്യസ് കാപ്രോൺ ഇക്വൽ പ്രഷറും ടെമ്പറേച്ചർ റിലേഷനാണെന്ന് ഓർത്താൽ മതി. ഓക്കെ, ∂lnP/∂T is equal to ΔH/RT². ഓക്കെ, ഇതിനകത്ത് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഫ്രീസിങ് പോയിൻ്റ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് എന്താ അറിയാം? സബ്ലിമേഷൻ ഇസ് ഈക്വൽ ടു ഫ്യൂഷൻ പ്ലസ് വേപ്പറൈസേഷൻ അല്ലേ. അപ്പോൾ ΔH സബ്ലിമേഷൻ ഇസ് ഈക്വൽ ടു ΔH ഫ്യൂഷൻ പ്ലസ് ΔH വേപ്പറൈസേഷൻ. നമുക്ക് ΔH ഫ്യൂഷനാണ് വേണ്ടത്. അപ്പോൾ ΔH എന്താവും? ΔH ഫ്യൂഷൻ ഇസ് ഈക്വൽ ടു ΔH സബ്ലിമേഷൻ മൈനസ് ΔH വേപ്പറൈസേഷൻ. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഈ ഇക്വേഷൻ സബ്ലിമേഷനും ഇട്ട് കൊടുക്കുന്നു, വേപ്പറൈസേഷനും ഇട്ട് കൊടുക്കുന്നു. ഇത് ഇനി ഇക്വേഷൻ 1 കൊടുക്കുക, ഇത് ഇക്വേഷൻ 2 കൊടുക്കുക. ഓക്കെ, ഇക്വേഷൻ ∂ln, ഇനി ഇത് ഡിവൈഡ് ചെയ്യുന്നതാണ്, അല്ല ഇത് സബ്ട്രാക്ട് ചെയ്യുക. നമ്മൾ ഇത് മൈനസ് ചെയ്ത് അങ്ങനെയാണല്ലോ. നമുക്ക് ΔH എന്താ വേണ്ടത്? ΔH ഫ്യൂഷനാണ് വേണ്ടത്. അപ്പോൾ ΔH ഫ്യൂഷൻ ഈക്വൽ ടു സബ്ലിമേഷൻ മൈനസ് വേപ്പറൈസേഷൻ. ഈ ഇക്വേഷൻ എങ്ങനെ വന്നാൽ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നമുക്കറിയാം സബ്ലിമേഷൻ എന്ന് പറയുന്നത്, അല്ല ഫ്യൂഷൻ എന്ന് പറയുന്നത് സബ്ലിമേഷൻ മൈനസ് വേപ്പറൈസേഷൻ ആണ് അല്ലേ. സബ്ലിമേഷൻ സോളിഡ് ലിക്വിഡ് ആവും, ലിക്വിഡ് ഗ്യാസ് ആവും. ഈ പ്രോസസ്സിന് വേപ്പറൈസേഷനും ഈ പ്രോസസ്സിന് എന്താ പറയുന്നത്? ഫ്യൂഷനും. ഈ പ്രോസസ്സിന് എന്താ പറയുന്നത്? സബ്ലിമേഷൻ അല്ലേ. അപ്പോൾ സബ്ലിമേഷൻ എന്നുള്ള പ്രോസസ്സ് ഫ്യൂഷൻ പ്ലസ് വേപ്പറൈസേഷൻ ആണ്. അപ്പോൾ ഫ്യൂഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് സബ്ലിമേഷൻ മൈനസ് വേപ്പറൈസേഷൻ. അതിന് ΔH എടുത്തു കഴിഞ്ഞാൽ അതെന്ത് വരും? ΔH സബ്ലിമേഷൻ മൈനസ് ΔH വേപ്പറൈസേഷൻ ഇസ് ഈക്വൽ ടു ΔH ഫ്യൂഷൻ വരും. അപ്പോൾ ഇതും കൂടെ നമ്മൾ മൈനസ് ചെയ്യുക. എന്താണ്? ∂lnP/dt മൈനസ് ∂lnP0/dt. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ എന്താവും? ∂lnP ∂/∂t കോമൺ എടുക്കുക, lnP മൈനസ് lnP0. മൈനസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗരിതത്തിൻ്റെ എന്താണ്? നമുക്കറിയാം ln A മൈനസ് ln B നമുക്ക് എഴുതാം ln A/B.
അതുപോലെ ln a പ്ലസ് ln b നമുക്ക് എഴുതാം ln a ഇൻറ്റു ബി. ഓക്കെ, ഇത് ലോഗരിത്തത്തിൻ്റെ പ്രോപ്പർട്ടിയാണ്. ഇവിടെ ഉപയോഗിച്ചത് ഈ പ്രോപ്പർട്ടിയാണ്. ln a മൈനസ് ln b ഈക്വൽ ടു ln a ബൈ ബി. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താവും? ln p0 p ബൈ p0 അല്ലേ, ഡോ ബൈ ഡോ ടി കോമൺ ഈക്വൽ ടു ഡെൽറ്റ എച്ച് ഫ്യൂഷൻ ബൈ ആർ ടി സ്ക്വയർ. നമ്മൾ ലോഗരിതം മാറ്റി ഇൻ്റഗ്രേറ്റ് ചെയ്ത ഓൺ ഇൻ്റഗ്രേഷൻ ഇതെന്താവും? ഇൻ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ln p0 ബൈ p ആവും ഈക്വൽ ടു ഡെൽറ്റ എച്ച് ബൈ ആർ 1 ബൈ t1 മൈനസ് 1 ബൈ t0. ഓക്കെ, ഈ ടി എന്ന് പറയുന്നത് 1 ബൈ t1 മൈനസ് 1 ബൈ t0 അതാണ് ഉണ്ടാവുക. ഓക്കെ, ഓക്കെ, ഇനി നമുക്കിതെന്താണ്? ഇത് മൊലാലിറ്റീൻ്റെ ഇക്വേഷൻ ആയിട്ടാണ് നമുക്കെന്ത് റിലേറ്റീവ് ലോവറിങ് ഇൻ വേപ്പർ പ്രഷറും മൊലാലിറ്റിയും തെർമോഡൈനാമിക് ഡെറിവേഷനാണ്. ഇപ്പോൾ നമുക്ക് മൊലാലിറ്റി വേണം. അപ്പോൾ മൊലാലിറ്റീൻ്റെ ഏറ്റവും കൂടുതലായിട്ട് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്ത് വരുന്ന ആരാണ്? നമുക്കറിയാം ലോവറിങ് ഇൻ വേപ്പർ പ്രഷറാണ് മൊലാലിറ്റിക്ക് ഈക്വൽ അല്ലേ? അല്ല, എന്തിന് ഈക്വൽ? മോൾ ഫ്രാക്ഷൻ. ലോവറിങ് ഓൺ വേപ്പർ പ്രഷർ p0 മൈനസ് p ബൈ p0 എന്തിന് ഈക്വലാണ്? മോൾ ഫ്രാക്ഷൻ ഈക്വലാണ്. എന്നിട്ട് ഇതെന്ത് ചെയ്യുന്നത്? ഇത് ഡിവൈഡ് ചെയ്യുന്നു. 1 മൈനസ് p ബൈ p0 ഈസ് ഈക്വൽ ടു x2. ഓക്കെ, 1 അങ്ങോട്ടേക്ക് എടുക്കുന്നു. 1 ബൈ x2 ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. p ബൈ p0 അങ്ങോട്ട് പോയാൽ p ബൈ p0 ഈക്വൽ ടു 1 മൈനസ് x2. ഓക്കെ, ഇനി നമുക്കറിയാം ln a ലോഗരിതം a ബൈ b എന്ന് പറയുന്നത്, ഇനി രണ്ട് ഭാഗത്തും ln എടുക്കാം, ലോഗരിതം എടുക്കാം, അപ്പോൾ ln ആവും. നമുക്ക് എന്താ കിടക്കുന്നത്? നമുക്ക് കിടക്കുന്നത് p1 ബൈ p0 ആണ്. നമുക്ക് വേണ്ടുന്നത് p0 ബൈ p1 ആണ്. ഓക്കെ, നമുക്ക് p1 ബൈ p0 ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻവേഴ്സ് എടുക്കും. ln a ബൈ ബീനെ ln b ബൈ a ആക്കും. അതെങ്ങനെ ആക്കുക? ln a ബൈ ln p ബൈ p0 ആണുള്ളത്. നമുക്ക് വേണ്ടുന്നത് ln p0 ബൈ p ആണ്. അങ്ങനെ ആക്കുമ്പോൾ ഒരു നെഗറ്റീവ് സൈൻ അധികം വരും. അതെങ്ങനെ വരിക? ln p മൈനസ് ln p0 ആണെന്ത്? ln p ബൈ p0. അപ്പം ln p0 ബൈ p എന്തായിരിക്കും? ln p0 മൈനസ് ln p. അപ്പോൾ ഇതിൻ്റെ അപ്പുറം ഒരു നെഗറ്റീവ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ വാല്യൂ ആവില്ലേ? ഇതിവിടെ നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ എന്തോ? മൈനസ് ln p ബൈ മൈനസ് ln pയും പ്ലസ് ln p0. അപ്പോൾ ഈ വാല്യൂ ആയില്ലേ? പ്ലസ് ln p0 മൈനസ് ln p. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ ക്ലിയർ ആണോ? ln a ബൈ ബി വെച്ചും പറഞ്ഞുതരാം. ln a ബൈ ബി എന്ന് പറയുന്നത് ln a മൈനസ്